പോർച്ചുഗൽ വേഴ്സസ് സ്ലോവേനിയ, വാട്ട് എ മാച്ച്, വാട്ട് എ ത്രില്ലർ, എന്തൊരു കിടിലൻ പോരാട്ടമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഗൈസ്, ഫുട്ബോൾ മാച്ചസ് ഒക്കെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. എന്തൊക്കെ കാഴ്ചകളാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. തുടക്കം മുതൽ തന്നെ ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ബോൾ പൊസിഷൻസിലും മറ്റുമൊക്കെ പോർച്ചുഗൽ തന്നെയായിരുന്നു മുമ്പിലെങ്കിൽ കൂടി സ്ലോവേനിയയുടെ ഡിഫൻസിനെ പൊളിക്കാൻ പോർച്ചുഗൽ താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ ലിമിറ്റഡ് ടൈം കഴിഞ്ഞു. രണ്ട് ടീമുകളും ഗോളുകളൊന്നും അടിച്ചില്ല. ഒരു ടീം എന്തായാലും വിജയിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ എക്സ്ട്രാ ടൈമിലും ഗോളുകളൊന്നും പിറക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോർച്ചുഗലിന് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. പെനാൽറ്റി എടുക്കാൻ വരുന്നതാവട്ടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. പക്ഷേ ഒരിക്കലും നമ്മൾ കാണാത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. CR7 പെനാൽറ്റി മിസ് ചെയ്യുന്നു. യെസ്, CR7 മിസ്ഡ് ദ പെനാൽറ്റി. അദ്ദേഹം പിന്നീട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ത്രില്ലർ നാടകീയ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ 3-0 വിജയിച്ച് കയറുകയായിരുന്നു. ഡിയേഗോ കോസ്റ്റ, ഈ മനുഷ്യന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-0 പോർച്ചുഗൽ വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ മികവിൽ തന്നെയാണ്. ഹാട്രിക് സേവുകളാണ് കോസ്റ്റ ഷൂട്ടൌട്ടിൽ നടത്തിയിട്ടുള്ളതും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കളിയുടെ ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല. പോർച്ചുഗൽ ആയിരുന്നു ആദ്യ പകുതിയിൽ ആധിപത്യം പുലർത്തിയതെങ്കിൽ കൂടി അവർക്ക് സ്ലോവീനിയൻസിന്റെ ഡിഫൻസ് ഭേദിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ CR7 ഒരു ഫ്രീ കിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അത് ഗോളാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ. അതിന് CR7 സാധിക്കാതെ പോവുകയായിരുന്നു. അങ്ങനെ രണ്ടാം പകുതിയിൽ അറ്റാക്കിങ്ങോടുകൂടി തന്നെ പോർച്ചുഗൽ വീണ്ടും കളി ആരംഭിക്കുന്നു. മത്സരത്തിന്റെ 47-ാം മിനിറ്റിൽ ഒരു സുവർണാവസരം പോർച്ചുഗലിന് ലഭിക്കുന്നു. പക്ഷേ അത് ബെർണാഡോ സിൽവ നഷ്ടപ്പെടുത്തുന്നു. ഹൗ. ഇതിനുശേഷം ക്രിസ്ത്യാനോയുടെ ഒരു ഫ്രീ കിക്കും ഒബ്ലക്ക് സേവ് ചെയ്യുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പോർച്ചുഗലിനോ സ്ലോവേനിയക്കോ ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിക്കാതെ പോയതോടുകൂടി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. പക്ഷേ എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം 103-ാം മിനിറ്റിൽ ജോഡയെ ഫൗൾ ചെയ്തതിന് പോർച്ചുഗലിന് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അതെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. CR7 ആണ് പെനാൽറ്റി എടുക്കാൻ വരുന്നത്. പക്ഷേ സ്ലോവേനിയയുടെ ഗോൾ കീപ്പർ ഒബ്ലക്ക് അത് സേവ് ചെയ്യുകയായിരുന്നു. കളി ഗോൾ രഹിതമായി തന്നെ തുടരുന്നു. മത്സരത്തിന്റെ 115-ാം മിനിറ്റിൽ പെപ്പയുടെ ഒരു പിഴവിൽ നിന്ന് സ്ലോവേനിയക്ക് ഒരു മികച്ച അവസരം ലഭിച്ചതാണ്. പക്ഷേ ഡിയാഗോ കോസ്റ്റയുടെ മാസ്മരിക സേവ് പോർച്ചുഗലിന് രക്ഷകനായി മാറുന്നു. അതെ, പോർച്ചുഗൽ അവസാന നിമിഷം വരെ വിജയ ഗോളിനായി ശ്രമിച്ചുവെങ്കിൽ കൂടി ആ ഒരു ഗോൾ പിറക്കാതെ പോവുകയായിരുന്നു. കളി അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുന്നു. സ്ലോവേനിയയുടെ ആദ്യ പെനാൽറ്റി കിക്ക് സേവ് ചെയ്തുകൊണ്ട് ഡിയാഗോ കോസ്റ്റ പോർച്ചുഗലിന് മുൻതൂക്കം നൽകുന്നു. പോർച്ചുഗലിന്റെ ആദ്യ കിക്ക് എടുക്കാൻ വരുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ. ഇത്തവണ പന്ത് ലക്ഷ്യത്തിൽ തന്നെ CR7 എത്തിക്കുന്നു. പോർച്ചുഗൽ 1-0 മുമ്പിൽ. സ്ലോവേനിയയുടെ രണ്ടാം കിക്കും ഡിയാഗോ കോസ്റ്റ അനായാസം തടഞ്ഞിടുന്നു. പോർച്ചുഗലിന്റെ രണ്ടാം കിക്ക് എന്ന ബ്രൂണോ അനായാസം വലയിലേക്ക് എത്തിക്കുന്നു. സ്കോർ 2-0. കോസ്റ്റ മൂന്നാമത്തെ കിക്കും തടഞ്ഞതോടുകൂടെ ഹാട്രിക് സേവുകളാവുന്നു. ബെർണാഡോ സിൽവ മൂന്നാമത്തെ കിക്ക് വലയിലെത്തിച്ചതോടുകൂടെ പോർച്ചുഗലിന്റെ വിജയം അവിടെ പൂർണ്ണമാവുന്നു. അതെ, പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഫ്രാൻസിനെയാവും അവർ നേരിടാൻ പോകുന്നത്. യെസ്, പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് കിലിയൻ എംബാപ്പെ. ഒരു കിടിലൻ പോരാട്ടം തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.